ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു മാം കമൻറ്റ് ചെയ്തിരുന്നു. ആ മാമിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ മന്ത് എന്നും അവർക്ക് സെൽഫായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ബർത്ത്ഡേ ഫ്രോക്ക് ചെയ്ത് കാണിക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓർത്തു നമുക്കതൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു ബേബി ഫ്രോക്കിൽ അതിൻ്റെ ഹൈലൈറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ യോക്ക് പാർട്ടിൽ കൊടുക്കുന്ന ഗ്യാദർ വർക്കാണ്. ആ ഒരു ഗ്യാദർ ഡിസൈൻ നമ്മൾ പുറമെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ പോയിന്റ് 4.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം കഴുത്തകലം 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ആം ഹോൾ ഡെപ്ത്, അതായത് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അതും 4.25 ഇഞ്ചാണ്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 എടുത്തിട്ട് അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഈ സ്റ്റാൻഡേർഡ് സൈസ് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മെഷർമെൻറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് ആണ്, അതൊരു 6 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മുടെ വേസ്റ്റ് സൈസ് 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈക്കുഴി, അതായത് നമ്മുടെ ആം ഹോൾ ഡെപ്ത് ഉണ്ടല്ലോ, അവിടെ നമ്മൾ സെൻറ്റർ പോയിന്റ്സ് ഇതേപോലെ ടേപ്പ് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് ഒരു 1/4 ഇഞ്ച് അകത്തോട്ട് എടുത്തിട്ട് നമ്മുടെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൽ നമ്മൾ കഴുത്ത് ഇറക്കം, അതായത് നെക്ക് ഡെപ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതിനിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഓൾറെഡി കഴുത്തകലം മാർക്ക് ചെയ്ത് വെച്ച പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും നമ്മുടെ സെൻറ്റർ വെർട്ടിക്കൽ ബേസ് ലൈൻ ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ട് കണക്ട് ചെയ്തൊരു വി ഷേപ്പ് നമ്മൾ വരയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം, അതായത് 2.5 ഇഞ്ചാണ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തെ വീതി എന്ന് പറയുന്നത് നമുക്ക് 1 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബോഡീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് ബോഡീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫ്രഷ് പാറ്റേൺ പേപ്പറിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വരച്ച ഫ്രണ്ട് ബോഡീസ് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ബോർഡർ ലൈൻസ് മാത്രം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ബോഡീസിൽ കഴുത്ത് ഞാൻ കുറച്ച് ഇറക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ബാക്ക് ഇച്ചിരി ഇറക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നെക്ക് ഡെപ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 4 ഇഞ്ചാണ്. അതായത് കഴുത്തിറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് ഞാൻ ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടൊന്ന് ഒരു വി നെക്ക് ഇച്ചിരി കേർവ് ആയിട്ടിരിക്കുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ 2 പാറ്റേൺസും കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ബോർഡർ ലൈൻസിൽ കൂടി ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് ബോഡീസിൽ ഒരു വി ഷേപ്പ് വന്നല്ലോ, ആ ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാറ്റേൺ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ആ പാറ്റേൺ പേപ്പറിൽ നമ്മളൊരു ഡോട്ടഡ് ലൈൻസ് കൊടുത്തായിരുന്നല്ലോ, അതിന് പുറത്തുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞി വി ഷേപ്പ് ആയിട്ടുള്ളൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് നമ്മളിനി എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ പാറ്റേൺസ് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ് കോട്ടൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റയോൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. നമ്മൾ കോട്ടൺ ക്ലോത്തിലാണ് ഞാൻ ഈ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ആദ്യം ഒന്ന് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പും അതിനാവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിനോടൊപ്പം നമ്മൾ ബാക്ക് ബോഡീസിൽ ഒരു സെൻറ്റർ കട്ടും കൂടി കൊടുക്കുക. കാരണം അവിടെയാണല്ലോ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി മടക്കിയിട്ട് 1 ഇഞ്ച് അഡീഷണൽ വിട്ടിട്ട് വേണം ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ആ ലൈനിങ് വെച്ച് തന്നെ നമ്മുടെ നെറ്റ് ഫാബ്രിക്കും റയോണും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും സാറ്റിൻ തുണിയായിരുന്നു നമുക്ക് വേണ്ടിരുന്നത്, പക്ഷേ ആ സെയിം കളർ സാറ്റിൻ തുണി എനിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ റയോൺ ആണ് ചൂസ് ചെയ്തത് കേട്ടോ. സാറ്റിൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരു ചെറിയ വി ഷേപ്പിൽ ഒരു കുട്ടി പാറ്റേൺ കിട്ടിയിട്ടുണ്ടെന്ന്. ആ പാറ്റേൺ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം നമ്മളൊന്ന് 2ആയിട്ട് മടക്കി, അതിനുശേഷം ക്രോസ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ മടക്കി. ഇനി ആ മടക്കിയ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അതൊന്ന് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 1/2 ഇഞ്ച് അഡീഷണൽ ആയിട്ടൊരു തയ്യൽ തുമ്പും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ഷേപ്പിൽ ആ ഒരു നെറ്റ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ആയിരിക്കും നമ്മൾ ഫ്രണ്ട് ബോഡീസ് വെക്കുന്നത് കേട്ടോ. ഇനി സ്റ്റിച്ചിങ് ആണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോയോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം നമ്മൾ റയോൺ വെച്ചു, അതിന് പുറത്ത് നമ്മൾ നെറ്റ് ഫാബ്രിക് വെച്ചു, എന്നിട്ടൊന്ന് ചുറ്റി അടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നീട് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെറ്റ് വെക്കുന്നത് കറക്റ്റായിട്ട് അറിയുന്നില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ബാക്ക് പാറ്റേൺ നമ്മൾ അങ്ങനെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാറ്റേൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി റയോണും നെറ്റും കൂടെ ചേർത്ത് തയ്ച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ കഴുത്തിറക്കം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ കഴുത്തിറക്കം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 2.5 ഇഞ്ചായിരുന്നു. ഷോൾഡറിൽ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു 3 ഇഞ്ച് നമ്മൾ 2 തുണിയിലും മാർക്ക് ചെയ്തത് കേട്ടോ. ഇനി ആ പോയിന്റിലോട്ടാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചൊരു കുട്ടി നെറ്റ് ഫാബ്രിക് ഉണ്ടല്ലോ, അത് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് നമ്മൾ ആ ഒരു നെറ്റ് തുണി വെച്ച് ഇതേപോലെ പിൻ ചെയ്യുക. അതിനുശേഷം അതിന് പുറത്തോട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ച് ആ കഴുത്തും ആ സ്ലീവും ഒന്ന് തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ 2 വശവും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാറ്റേണും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഹൈലൈറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്രോക്കിനെ ഭംഗി കൂട്ടുന്ന കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ നെറ്റ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കളേഴ്സ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കളറ് സിയാനാണ്, വേറൊരെണ്ണം നമ്മുടെ ഈ ബോഡി കളർ തന്നെ, അതായത് ലെമൺ യെല്ലോ ഷെയ്ഡ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കുഞ്ഞി ഗ്യാദേഴ്സ് ആക്കി പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ സിയാൻ കളർ കൊടുക്കുകയാണ്, അതിനുശേഷം യെല്ലോ കൊടുക്കുന്നു, പിന്നെ സിയാൻ കൊടുക്കുന്നു, പിന്നെ യെല്ലോ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ചുരുക്കിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തത്, അവിടെ നമ്മൾ ഗ്യാദേഴ്സ് ഇടരുത് കേട്ടോ. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ഗ്യാദേഴ്സ് ഇടാൻ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സൈഡ് അടിക്കാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടായിരുന്നു, അവിടെയും നമ്മൾ ഗ്യാദേഴ്സ് ചെയ്യരുത്. ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ബോഡീസ് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ചീത്ത വശം പുറത്തോട്ട് വരുന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്.
ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ 3 ലെയേഴ്സ് ആക്കിയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സിയാൻ കളറിൽ ചെയ്യും. തേർഡ് ലെയറാണ് നമ്മൾ ലെമൺ യെല്ലോ കളറിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ 3 ലെയേഴ്സിൻ്റെയും ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 4 മീറ്ററാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊരു 11 ഇഞ്ചാണ് ഈ 3 നെറ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് 6 ഇഞ്ച് പോയി കഴിഞ്ഞു. ബാക്കി നമുക്കുള്ളത് 10 ഇഞ്ചാണ്. അതിനോടൊപ്പം നമ്മൾ വേസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് 11 ഇഞ്ച് വന്നത് കേട്ടോ. പിന്നെ ഇത് നെറ്റ് ആയതുകൊണ്ട് താഴെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനി നമ്മൾ ഈ 3 കളേഴ്സും എന്താ ചെയ്യേണ്ടത്? ഗ്യാദേഴ്സ് ഇടുക. അതായത് ചുരുക്കി അടിക്കുക. നമ്മൾ എത്രത്തോളം ഗ്യാദേഴ്സ് കൂടുതൽ നെറ്റിനെടുക്കുന്നു അത്രത്തോളം നമുക്ക് ഭംഗിയായിരിക്കും. അപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് ക്യാൻ അല്ലെങ്കിൽ സ്റ്റിഫ് നെറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ലൈനിങ് പോർഷനാണ്. അതിന് ഞാൻ കോട്ടൺ ലൈനിങ്ങും എടുക്കുന്നുണ്ട്, പിന്നെ സാറ്റിനും എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ്. ലെങ്ത് എന്ന് പറയുമ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. പിന്നെ അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും ചെയ്യണം. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 22 ഇഞ്ചാണ്. അതായത് നമ്മുടെ 4/1 എന്ന് പറഞ്ഞ വേസ്റ്റ് ഞാൻ എടുത്തത് 5 ഇഞ്ചായിരുന്നു അല്ലേ. അപ്പോൾ ടോട്ടലായിട്ട് വരുമ്പോഴത്തേക്കും 20 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞ 2 വശവും 1 ഇഞ്ച് വെച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 22 ഇഞ്ചായി. ആ 22 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു നെറ്റും അതേപോലെ തന്നെ സാറ്റിനും കോട്ടൺ ലൈനിങ്ങും എല്ലാം നമ്മൾ ചുരുക്കിയിട്ട് അടിച്ചെടുക്കേണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി നെറ്റ് 3 ലെയറാക്കി ഗ്യാദേഴ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ ആ 3 ലെയറും കൂടെ നമ്മൾ ചേർത്ത് ആ വേസ്റ്റിൻ്റെ ഭാഗത്തൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സാറ്റിൻ ലൈനിങ് എടുക്കുക. അതിന് പുറത്തോട്ട് നമ്മുടെ ഈ ഒരു മെയിൻ നെറ്റ് ക്ലോത്ത് വെക്കുക. ഇനി ഈ നെറ്റിന് പുറത്തോട്ടായിരിക്കണം നമ്മുടെ ടോപ്പ് വെക്കാനായിട്ട്. അപ്പോൾ ടോപ്പ് വെച്ച് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ടോപ്പിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് പോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് 3ൻ്റെയും വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അതിൻ്റെ ഉൾഭാഗം കണ്ടോ നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ കഴിയും. ഈ ഒരു തയ്യൽ തുമ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനമാണ് കോട്ടൺ ലൈനിങ് തയ്ക്കുന്നത് കേട്ടോ. കോട്ടൺ ലൈനിങ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കോട്ടൺ ലൈനിങ് ഇതേപോലെ തിരിച്ച് വെക്കുക. ടോപ്പിൻ്റെ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കോട്ടൺ ലൈനിങ് ഒന്ന് തിരിച്ചിട്ട് നോക്കിയാൽ കണ്ടോ തയ്യൽ തുമ്പ് ഒന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും. സോ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അവസാനമാണ് കോട്ടൺ ലൈനിങ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കുട്ടി ബേബി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് ബാക്കിൽ സിപ്പാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവിസിബിൾ സിപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നോർമൽ സിപ്പർ വെച്ചാണ് ഇത് തയ്ച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 3 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.